ഞങ്ങൾ പിന്നെ രാവിലെ പോയി. എന്നാ വെച്ചിട്ടുണ്ടല്ലോ, പിള്ളേർക്ക് കണ്ടവർക്ക് കഞ്ഞി പോട്ടെ. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് തിരക്കില്ലാതെ രാവിലെ തന്നെ പോയി ചെയ്യണം. പിന്നെ അത് കാരണം അങ്ങനെ ക്യൂ ഉണ്ടായിരുന്നോ? നല്ല ക്യൂ. ചെല്ലുമ്പോൾ തന്നെ ഒരു 19 പേരെങ്കിലും അവിടെ ക്യൂവിലുണ്ട് 7 മണിക്ക് തന്നെ. പൊതുവേ എനിക്ക് തോന്നുന്നത് ഇത്തവണ നല്ല ഒരുമാതിരി നല്ല ആളുകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും എന്നുള്ള രീതിയാണ് അന്നേരം തോന്നിയത്. അല്ല, ഇന്നലത്തെ കൊട്ടിക്കലാശത്തിൽ നിന്ന് എന്താണ്? കൊട്ടിക്കലാശത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള പതിവ് ആവേശം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. അല്ല, നമ്മൾ 3 പേരും 3 പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരാ. പ്രത്യേകിച്ച് പണിക്കരേട്ടം വന്നിരിക്കുന്ന മണ്ഡലം വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ്. അതായത് CPI MLA ആയിരുന്ന അജിത്ത് BJP കാരനായി അല്ലേ? BJP കാരനായി മാറി മത്സരിക്കുന്നു. അയാളുടെ അച്ഛനും അവിടുത്തെ പഴയ MLA ആയിരുന്നു. അതെ. സുഗതം വന്നിരിക്കുന്നത് സിറ്റിംഗ് MLA മാറിയ മണ്ഡലം. പിന്നെ 3 പാർട്ടിയുടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആണ്. 3 പേരും കോൺഗ്രസ്സുകാരാണ് ബേസിക്കലി. കാരണം ഒരാൾ കേരള കോൺഗ്രസ്സിൽ കാലുമാറി വന്നു, ഒരാൾ പഴയ കോൺഗ്രസ്സുകാരൻ തന്നെ 2020 കാൻഡിഡേറ്റായി. അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരൻ. 3 കോൺഗ്രസ്സുകാർ മത്സരിക്കുന്ന മണ്ഡലം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കുറച്ചുകൂടെ തെക്കുന്ന ആറന്മുള, നമ്മുടെ മന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന മണ്ഡലം. അവിടെ അബിൻ വർക്കിയാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. വലിയ അവകാശവാദമുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ആറന്മുളക്കാരനായ എന്ന് അവകാശപ്പെടുന്ന ആറന്മുള സമരത്തിൻ്റെ നായകൻ എന്നൊക്കെ പറയുന്ന കുമ്മനം രാജശേഖരനാണ് അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി. എന്ന് പറഞ്ഞാൽ പരിചയമൊന്നും കുമ്മനത്തിന്, അത് എനിക്ക് തോന്നുന്നു കുമ്മനത്തിന് വേണമെങ്കിൽ അവിടെ അബിൻ വർക്കി ശാഖലം കൂടെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടി വരും. വളരെ പരിചിതനായ കുമ്മനം ആറന്മുളയിലെ പരിചിതനാണ്. കാരണം നിലയ്ക്കൽ സമരകാലം മുതൽ തന്നെ ഒരു പ്രശ്നം ഈ കുമ്മനം ഇത്തിരി വൈകി സ്ഥാനാർത്ഥി ആവുമെന്ന് പറഞ്ഞെങ്കിലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനൊക്കെ വൈകിപ്പോയി. നേരത്തെ മുതൽ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ 1 വർഷം മുമ്പ് മുതൽ തന്നെ കുമ്മനത്തെ അവിടെ അവതരിപ്പിക്കും. അതായത് ആ ഗവർണർ സ്ഥാനം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ തന്നെ കുമ്മനത്തെ അവിടെ ഇവര് BJP അവർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഒരു A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന ഒരു 10-30 മണ്ഡലങ്ങളുണ്ടല്ലോ, അവിടെ പക്ഷെ അവർക്ക് വളരെ മുമ്പേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും അല്ലെങ്കിൽ മറ്റേ രാജീവ് ചന്ദ്രശേഖരൻ ഇറങ്ങിയ പോലെ തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ അതിൽ അവരൊരു കുറെ പിന്നിപ്പോയി. മഞ്ചേശ്വരത്തും പോയി. അല്ല, ശരിക്കും ആറന്മുള A ക്ലാസ് മണ്ഡലമാണ് പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെ പ്രത്യേകിച്ച് ക്ഷേത്ര തൊട്ടടുത്ത് അടുത്ത മണ്ഡലം അത് തന്നെയാണ്. അത് തന്നെയല്ല, ഇപ്പോഴും ഈ ഇലക്ഷനിൽ ഒരു പ്രധാന വിഷയമായ ശബരിമല ആ ജില്ലയിലാണ്. നമ്മൾ റാന്നി മണ്ഡലമാണ് ശബരിമലയുടെ മണ്ഡലം എന്നൊക്കെ പറയുന്നെങ്കിലും ആറന്മുളയാണ് അതിന്റെ ഒരു മെയിൻ. ശരിക്കും അബിൻ വർക്കിയും വീണ ജോർജും ഓർത്തഡോക്സ് അല്ലേ? അതെ, 2 പേരും ഓർത്തഡോക്സ്. വോട്ട് വിഭജനം വരാനുള്ള അതിനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. കാരണം പിന്നെ അബിൻ വർക്കി നാട്ടുകാരനല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അബിൻ വർക്കി എറണാകുളം ജില്ലക്കാരനാണ്. അബിൻ വർക്കിയുടെ അമ്മയുടെ വീട് ആറന്മുളയിലാണ്. പക്ഷേ എന്നാലും അത് നാട്ടുകാർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിയോന്ന് എനിക്കറിയില്ല. എന്തായാലും പിന്നെ എല്ലാ 2 കൂട്ടരും വിജയം അവകാശപ്പെടുന്ന കുറേ മണ്ഡലങ്ങളിലൊന്നാണ് ഈ പെരുമ്പാവൂരൊക്കെ. പെരുമ്പാവൂർ, വൈക്കം എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെ. വൈക്കത്തെ സംബന്ധിച്ച് 40-45 വർഷമായിട്ട് CPI മാത്രം ഭരിച്ചുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് മാത്രം ഒരു 5 വർഷം KK ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു കാൻഡിഡേറ്റ്, അദ്ദേഹം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഈ 20 വർഷം. അതുകൊണ്ട് തന്നെ വൈക്കത്തിനൊരു വികസനം അവരുടെ കാര്യമായിട്ട് വന്നിട്ടൊന്നുമില്ല. അത് CPIക്കെതിരായ ഒരു അല്ല, വൈക്കത്തെ CPIയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ BJPയിലേക്ക് പോയി. അതായത് കോൺഗ്രസിലേക്ക് പോകുന്നതിന് കൂടുതൽ CPIക്കാർ. ഇത്തവണത്തെ രാഷ്ട്രീയത്തിലൊരു കാലാവസ്ഥ നോക്കിയാലേ, പണ്ടൊക്കെ ഇടതു മുന്നണിക്കാരനായ ഒരാൾ, ഇപ്പോൾ CPMൽ ഒരാൾ അല്ലെങ്കിൽ CPIയിൽ ഒരാൾ, പുള്ളിക്ക് അവിടുത്തെ രാഷ്ട്രീയം മതിയായി പോവാൻ തിരഞ്ഞെടുക്കുക ഇടത് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള പാർട്ടികളായിരിക്കും. ഇപ്പം പണ്ട് അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് മത്സരിച്ച് തോറ്റ ഇലക്ഷന് ശേഷം ആഞ്ചലോസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പോകുന്ന ആ ഘട്ടത്തിൽ പുള്ളി CPI ഓപ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ അവർക്കൊരു ഇടത് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരു പാർട്ടികളിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ MP രാഘവനായാലും പുതുതായിട്ട് പാർട്ടികൾ രൂപീകരിച്ചു പോയത്. പക്ഷേ ഈ തവണ ഇലക്ഷനിൽ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ഈ കഴിഞ്ഞ ദിവസം വരെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, അതുപോലെ അച്യുതാനന്ദനെയൊക്കെ ഒരു ഈ തകർക്കാൻ വലിയ പങ്കുവെച്ച സുധാകരൻ അടക്കമുള്ളവർ യാതൊരു ആലോചനയും മടിയില്ലാതെ കോൺഗ്രസ് പാളയത്തിൽ UDF പാളയത്തിലെത്തുന്നു. അപ്പം ഈ ഇലക്ഷനിൽ അങ്ങനത്തെ ഒരു മാറ്റം ട്രെൻഡ് വലുതായിട്ട് കേരളത്തിൽ കാണാം. അതിപ്പോ ഇവിടെ പല മാത്രമല്ല, മണ്ഡലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലങ്ങളിൽ അല്ല, മുകുന്ദൻ ഈ CPI പാർട്ടിയിൽ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും അതേ ഒരു ട്രെൻഡ് ഉണ്ട്. ആർക്കും എവിടെയും ചെല്ലാവുന്ന ഒരു അല്ലെങ്കിൽ മാറാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഈ ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. സന്ദീപ് വാര്യർ BJP നിന്ന് നേരെ പോയി കോൺഗ്രസിലേക്ക്. അടുത്ത പ്രാവശ്യം മുതൽ ഇവിടെ 2 മുന്നണിയും ഉണ്ടാവും. അത് ഒരു ഭാഗത്ത് RSS BJP പ്രതിനിധാനം ചെയ്യുന്ന വലതുപക്ഷ, അതായത് NDA എന്ന് പറയുന്ന ഒരു BJP സഖ്യകക്ഷി, മറ്റേ സൈഡിൽ മറ്റവർക്ക് 2 പേർക്കും കൂടെ കൂടാതിരിക്കാൻ പറ്റില്ല. കാരണം അത് പക്ഷേ അതിലൊരു വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലായാലും ഇവിടെയായാലും ഈ പൂർണ്ണമായും മുന്നണികൾക്ക് അങ്ങനെ തകർന്നു പോകാൻ പറ്റില്ല. ഉണ്ടാവും, പക്ഷെ ശക്തരായ മുന്നണികൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ കേരളത്തിൽ നിലവിലെ ഇടതുപക്ഷവും വലതുപക്ഷമാണെങ്കിൽ ചിലപ്പോൾ അതിലൊരു ഷിഫ്റ്റ് ഉണ്ടാവാം. ഇത്തണത്തോടുകൂടി ജനങ്ങൾക്ക് പോലും വേണ്ടാത്ത കുറെ ചെറിയ കക്ഷികളുടെ ചരമഗീതം പാടലായിരിക്കും മിക്കവാറും ഈ ഇലക്ഷനോടുകൂടി. സീറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മിക്കവാറും ആ കക്ഷികളിലൊക്കെ പിന്നെ പ്രസക്തി ഏതാണ്ട് പോകാനുള്ള സാധ്യത, നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും അല്ലേ? ആ പുതിയ ചില കക്ഷികൾ ഉയർന്നു വരാനുള്ള സാധ്യതയും അല്ല. ഇനി അങ്ങനെ ഇല്ല. അത് തന്നെയല്ല, ചെറിയ കക്ഷികളെ അവഗണിച്ചു കഴിഞ്ഞാൽ മുന്നണി ബന്ധത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വോട്ടിന്റെ ശതമാനത്തെ ബാധിക്കുകയൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് പ്രധാന കക്ഷികൾക്കുണ്ട്. അവരെയൊക്കെ ശരിക്കും ഒരു ബാധ്യതയുടെ പേരിൽ മുന്നണിയിൽ കൊണ്ടുകിടക്കുകയാണ്. കാരണം ഒരു വ്യക്തി ഉള്ളൂ ആ പാർട്ടിയിൽ, പക്ഷെ എന്നാലും അവരൊരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കട്ടെ, കുഴപ്പമില്ല. അത്തരം സംവിധാനങ്ങളൊക്കെ നോ പറയാനുള്ള കാലമായി. അതുകൊണ്ട് ഒന്നെങ്കിൽ പാർട്ടികളിൽ ലയിക്കുക, അല്ലെങ്കിൽ അവരെന്താ വെച്ചാൽ അവരെ വഴി തേടുക എന്നുള്ള സമീപനത്തിലേക്ക് വരേണ്ടി വരും. അല്ല, ഈ ജാതി സംഘടനകൾക്ക് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ എല്ലാവരും ജാതി പറയുന്നു. നേരത്തെ അങ്ങനെയല്ല, മതം പറയുമായിരുന്നു. ഓക്കെ, ഹിന്ദുക്കളുടെ വോട്ട്, ക്രിസ്ത്യാനികളുടെ വോട്ട്, മുസ്ലിങ്ങളുടെ വോട്ട്. ഇപ്രാവശ്യം അത് മാറിയിട്ട് ലത്തീൻ കത്തോലിക്കരുടെ വോട്ട്, നായരുടെ വോട്ട്, ഈഴവരുടെ വോട്ട്, അങ്ങനെ അത് വർഗീയ അല്ല. അത് ചെടിയിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലം വരെ വെച്ചാൽ ഈ NDA 2014 അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ ശരിക്കും പറഞ്ഞാൽ അവിടെ ജാതി രാഷ്ട്രീയമായിരുന്നു. യാദവര്, കുർമികള്, അല്ലെങ്കിൽ അതുപോലുള്ള ഹൈന്ദവ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകീകരണ സ്വഭാവം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഏകീകരണത്തിലേക്ക് പോയ ശേഷമാണ് NDAക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം ഇങ്ങനെ സമുദായങ്ങൾ, ജാതികൾ തമ്മിൽ വിഘടിച്ച് നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്കൊരു ശക്തിയായി മാറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ശരിക്കും ജാതി ചിന്ത മാറ്റി അവർ ഹിന്ദു എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹിന്ദു ആയിരുന്നവർ ഇപ്പൊ കൂടുതൽ ജാതീയതയിലേക്ക് പോവാണ്. പക്ഷെ അതിന്റെ നേട്ടം ആർക്കായിരിക്കും? അതാണ്. അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ച് ഒരു കേരളം അപ്പം ശരിക്കും തിരിച്ച് ജാതീയതയിലേക്ക് പോവാണ്. മറ്റുള്ള സംസ്ഥാനങ്ങൾ നേരെ തിരിച്ചു പോകുമ്പോൾ ഇത്തവണ കണ്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ക്രൈസ്തവരിൽ തന്നെ RC അവരുടേതായ സ്പേസിന് വേണ്ടി ശ്രമിക്കുന്നു. യാക്കോബായ സഭ അവരുടെ ഇതിനുമല്ലോ, ഓർത്തഡോക്സ്, ലത്തീൻ, അങ്ങനെ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സീറ്റ് വേണം. ക്രൈസ്തവർ എന്നുള്ള കോമൺ നെയിമിൽ നിന്ന് അവരങ്ങ് മാറി. പക്ഷെ അതിൻ്റെ ദോഷം അവർക്കാണ്. അതേസമയം ഈ ഡിവിഷൻ അധികം ഇല്ലാത്ത ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. അപ്പം അവർക്ക് അതിൽ പല ഡിവിഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഇലക്ഷൻ സിനാരിയോയിലേക്ക് വരുമ്പോൾ അത് അത്ര പ്രശ്നമാവുന്നില്ല. അവരുടെ താല്പര്യത്തിനെതിരെ നിൽക്കുന്നവർക്ക് അവരെ എതിർക്കുക, അല്ലാതെ അവരുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ സമസ്യയിലും അതെ. പക്ഷേ ഈ ഇത്തവണ NDA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വലിയ ഡിവിഷനിലേക്ക് പോയില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറെ അവര് മതവും ജാതിയും ഒന്നും പറഞ്ഞില്ല. അവര് വിജയ സാധ്യതകള്, മാറ്റം വേണം, വികസനം വേണം എന്നൊക്കെയാണ്. ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണ്. പക്ഷത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം കൂടി ഉണ്ട് അവർക്ക്. ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ്. പക്ഷേ ഈ ഇത്തരത്തില് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് സമുദായമാണോ അവർ ദുർബലമാവുന്നേ ഉള്ളൂ, ജാതീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ. അല്ലെ, വികസനം പറയാനാണ് എനിക്ക് തോന്നുന്നു BJP കൂടുതൽ ശ്രമിച്ചതെന്ന് തോന്നുന്നു. അല്ലെ, ഈ വികസനം എന്നൊക്കെ പറഞ്ഞിട്ടവണേ വികസനമാണ് ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് ഉദ്ദേശിച്ചെങ്കിലും വികസനം അത്ര വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നൊരു സംശയം എനിക്കുണ്ട്. അല്ല, കേരള സർക്കാരിന്റെ വികസനമാണോ? കേരള സർക്കാരിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആദ്യം ഒരു 10 ദിവസമെങ്കിലും വേറെ വിഷയങ്ങളിലേക്ക് പോയി. വെച്ചിട്ടുണ്ടെങ്കിൽ ഡീല്,
അങ്ങനെയുള്ള പല ലൈറ്റായ വിഷയങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് വേണ്ടത്ര രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. എല്ലാവർക്കും ഒരു അല്ലല്ല, ഈ പ്രകടന പത്രിക അല്ലേ 3 മുന്നണികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ 2 സെയിമായി മോഹന വാഗ്ദാനം 2 കൊടുത്തിരിക്കുക. പക്ഷെ LDA മുന്നണിയിൽ അവരങ്ങനത്തെ മോഹന വാഗ്ദാനങ്ങളല്ല, ചെയ്ത കാര്യങ്ങളാണ് അവർ കൂടുതലും ജനത്തിന്റെ മുമ്പിലേക്ക് വെച്ചത്. മറ്റതല്ല, ഇപ്പൊ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിലും കൂടുതൽ ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു NDA ആയിരിക്കും. കാരണം ചെയ്തത് പറയുമ്പോഴാണല്ലോ ജനങ്ങൾക്ക് അടുത്ത ഒരു വിശ്വാസ്യത വരുന്നത്. തന്നെയല്ല, ഇവരെല്ലാം മത്സരിച്ചെന്ന് അറിയാമോ? മത്സരിച്ച് ജനങ്ങളെ അങ്ങോട്ട് ഞങ്ങളെ അടുത്ത ഇതിൽ സൗജന്യങ്ങൾ കൊണ്ടും വലിയ കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ അങ്ങോട്ട് സൂചിപ്പിക്കും എന്നുള്ള രീതിക്കാണ് ശരിക്കും യാഥാർത്ഥ്യമായിട്ട് അടുത്ത് നിൽക്കുന്ന വാഗ്ദാനങ്ങളല്ല ആരും കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവര് കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ വെച്ചാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം നടപ്പാക്കാൻ കഴിയുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ 3000 രൂപ ക്ഷേമ പെൻഷൻ ആക്കുന്നുള്ളൊരു വാഗ്ദാനം ഉണ്ടല്ലോ, അത് നടപ്പാക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനർഹരായി കൈപ്പറ്റുന്ന മുഴുവൻ ആളുകളെ ഒഴിവാക്കി നടപ്പാക്കുകയാണെങ്കിൽ ചിലപ്പോൾ 3000 ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയും. പക്ഷെ കേരളത്തിന് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിലവിൽ ആനുകൂല്യം കിട്ടുന്ന ഒരാളെ മാറ്റാൻ കഴിയില്ല. ഇത് ഈ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ വരാൻ പോവാണ് പാർലമെന്റ്. മാത്രമല്ല ഏത് കാര്യത്തിലായാലും ഉണ്ടല്ലോ, ഇതിപ്പോ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം കണക്കാക്കി ഇളവ് എന്നല്ലേ എപ്പോഴും ഇവർ പറയണത്. എന്ന് പറഞ്ഞാൽ ഇവർ മാറ്റാൻ എളുപ്പമല്ല, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വരുമാനമുണ്ട്. ഇവിടെ അതല്ല. ഇവിടെ ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം നാൾ കഴിയുമ്പോഴത്തേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ശരിക്കും ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റുന്നത്. 30 പേജുള്ളൊരു പ്രകടന പത്രിക ഇറക്കുകയെന്ന് നോക്കി. ഈ 30 പേജുള്ള പ്രകടന പത്രിക ഇറക്കുമ്പോൾ 29 പേജ് വാഗ്ദാനങ്ങളായിക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ ഒരു പേജിൽ അതിനുള്ള റിസോഴ്സ് എവിടെയാന്ന് പറയണ്ടേ? കാണുന്നില്ല, കണ്ടെത്തുന്നില്ല. 2 ലക്ഷം കോടി കേന്ദ്രം തരുന്നില്ല എന്ന് പറയാം. ഇത് എവിടെ നിന്ന് കിട്ടും? ഈ കഴിഞ്ഞ 5 വർഷവും അല്ലെങ്കിൽ 10 വർഷവും കേന്ദ്രമായിട്ട് സംസ്ഥാനം ഏറ്റുമുട്ടി എന്തിനു വേണ്ടിയാ? ഞങ്ങളെ അനിയന്ത്രിതമായി വായ്പ എടുക്കാൻ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എടുത്ത പണത്തിന്റെ കണക്ക് കൊടുക്കാനുള്ള കാര്യത്തെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. വായ്പ എടുത്ത് ചെലവഴിക്കാന്ന് പറഞ്ഞത് ആർക്കും ഇപ്പൊ നമ്മൾ വ്യക്തികളെ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമുക്ക് 50 ലക്ഷം രൂപ വായ്പ എടുത്തിട്ട് നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ മേടിച്ച് വേണമെങ്കിൽ 2-3 വർഷം ജീവിക്കാം അല്ലേ? പക്ഷേ അതിന് റീപ്രൊഡക്റ്റീവായ ഒരു മേഖലയിലേക്ക് വിട്ടാലല്ലേ റീപേയ്മെന്റ് പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ 1.25 ലക്ഷം കോടി രൂപയായിരുന്നു 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉള്ള ഒരു കടം ആയിട്ട്, പൊതുകടം. അത് 5 ലക്ഷം കോടി രൂപയായിട്ടാണ് ഇപ്പൊ മാറിയേക്കുന്നത്. ഏകദേശം കണക്കാട്ടോ അത്. പക്ഷെ ഞാൻ പറഞ്ഞേക്ക് ഈ പറയുന്ന എടുത്ത എമൗണ്ടിന്റെ വികസനം, അത് വികസനത്തിനൊക്കെ പറഞ്ഞാണല്ലോ എടുക്കുക, നടന്നിട്ടുണ്ടോ കേരളത്തിൽ? ഇല്ല. അപ്പൊ അതിന്റെ കാരണം എന്താ വെച്ചാല് ഈ എടുക്കുന്ന തുകയിൽ ഒരു നല്ലൊരു ശതമാനം മറ്റേ വായ്പ തിരിച്ചടയ്ക്കാനും അതിന്റെ പലിശ കൊടുക്കാനും പിന്നെ ശമ്പളവും പെൻഷനും കൊടുക്കാനും. അപ്പൊ അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റും? ഇതിപ്പോ തുടർ ഭരണം വന്നില്ലെങ്കിൽ ഈ ബാധ്യത മുഴുവൻ അടുത്ത സർക്കാരിന്റെ തലയില. ഈ തുടർ ഭരണം ഇപ്പൊ നമ്മൾ ഈ പ്രകടന പത്രികയൊക്കെ ഈ തയ്യാറാക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു വലിയ പ്രതിസന്ധി നമ്മളെ തുറച്ചു നോക്കുന്നത് എന്നറിയാമോ? ഗൾഫിൽ നിൽക്കുന്ന ഈ കാരണം നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു, എന്തൊക്കെ ഇത് പറഞ്ഞാലും നമ്മുടെ ഒരു സാമ്പത്തികത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് 1 കോടി ആൾക്കാരാണ്. അവിടെ വരുന്ന പണം നമ്മൾ എങ്ങനെ വിനിയോഗിക്കും? ഒരാൾ ചിലപ്പോൾ കെട്ടിട പണിയായിരിക്കും, ചിലപ്പോൾ ഒരാൾ ഒരു പുതിയ കട തുടങ്ങുകയായിരിക്കും, അല്ലെങ്കിൽ അവർ എഡ്യൂക്കേഷന് വേണ്ടി ഉൽപ്പാദനം. പക്ഷെ എന്നാൽ നമ്മുടെ ഇവിടെ അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യക്തികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമായാലും മാർക്കറ്റിൽ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ബാക്ക് ബോണാണ്. ആ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ കാണുന്നതിനേക്കാൾ കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ പോയിട്ട് നമ്മുടെ ദൈനംദിന ഇതുപോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. അല്ല, വിദേശത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗൾഫ് രാജ്യങ്ങളിൽ പലരുടെയും ജോലി ശമ്പളം കുറച്ചു, അവധിയെടുക്കാൻ പറഞ്ഞു, വർക്ക് അറ്റ് ഹോം ആക്കാൻ പറഞ്ഞു. ഇനിയിപ്പോ ആ ഗൾഫ് രാജ്യങ്ങൾ തന്നെ എങ്ങനെ ഇനിയും എന്താ പറയാ ഒരു 10 കൊല്ലമെങ്കിലും എടുക്കാതെ അവരുടെ ഈ നശിച്ചു പോയതൊക്കെ. അത് തന്നെയല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ആയതുകൊണ്ടുണ്ടല്ലോ അതിന്റെ ഒരു തീവ്രമായ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ഇവിടെ ആരും ചർച്ച ചെയ്യുന്നില്ല. ആരും ഇഷ്ടപ്പെടുന്നില്ല. അവിടുത്തെ നിയന്ത്രണമുണ്ട്, അവിടുത്തെ മാധ്യമ നിയന്ത്രണമുണ്ട്, അവിടുത്തെ വിവരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും പുറത്തു വരാൻ. അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വാരിക്കോരി വാഗ്ദാനങ്ങൾ കൊടുത്തു. അതിലിപ്പോ വേറെ ഉദാഹരണം നമുക്ക് എടുക്കാം. അപ്പം അത് ഏതെങ്കിലും ഇപ്പൊ
ഇപ്പം UDF ഒരു ഇന്ദിരാ ഗ്യാരണ്ടി എന്നും പറഞ്ഞിട്ട് ഒരു ഇതിൽ അതിൽ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, വനിതകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അപ്പം അതിലൊരു സാമ്പത്തിക വശം നോക്കിക്കഴിഞ്ഞാൽ നിലവില് 80 കോടി 100 കോടി രൂപയോളം സംസ്ഥാന സർക്കാർ മാസം തോറും കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പെൻഷനും ശമ്പളം കൊടുത്തു പോണത്. അതിന്റെ പ്രവർത്തന ലാഭം ഒന്നുമില്ല ഇതിന്. പിന്നെ സഞ്ചിത നഷ്ടം ഒരു 10-15 കോടി ഇത് അതുപോട്ടെ. ഈ KSRTCയിൽ നിത്യയാത്രക്കാരിൽ ഒരു 50% പേരും അല്ലെങ്കിൽ 60% പേരും ജോലിക്കാരാണ്. അതിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് പൈസ കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയുന്നവരുമാണ്. അപ്പൊ അതിൽ പ്രത്യേക ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. ഇല്ല, 10-15 രൂപയുടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. വനിതകൾ എവിടെ കയറിയാലും ഏത് ബസ്സിൽ കയറിയാലും അതിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല. സൂപ്പർഫാസ്റ്റായാലും എക്സ്പ്രസ്സിലായി മാനദണ്ഡം അല്ലെങ്കിൽ പറയണം. തമിഴ്നാട്ടിലെ പോലെ പറയണം. അവിടെയാണ് പ്രശ്നം. തമിഴ്നാട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഇതിന് പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നാൽ ഈ വാഗ്ദാനത്തിന്റെ ഗ്ലാമർ കംപ്ലീറ്റ് പോകും. അപ്പൊ ഈ ഒരു ഇലക്ഷൻ ജയിച്ചാൽ പോരല്ലോ, പിന്നെ ഇവരുടെ ഈ വാഗ്ദാനങ്ങളെ വിശ്വസിക്കുക ജനം. അപ്പൊ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മളെ ഈ ഊർത്തശ്വാസം വലിച്ചു പോണ പല സാധനങ്ങളും ഈ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാൽ തീർന്നു പോകും. അപ്പൊ അത് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ നല്ല പൈസ കൊടുക്കണം യാത്രയ്ക്ക്. പക്ഷെ അതിനൊക്കെ എന്തൊരു സ്വീകാര്യത ഇവിടെ കിട്ടുന്നത്? അത് അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്തിനാണ് ഈ KSRTC ബസ്സിൽ? ജനങ്ങൾക്ക് സൗകര്യങ്ങളാണ് വേണ്ടത്. പണം മുടക്കുന്നതിനേക്കാൾ ഉപരി അവർക്ക് സൗകര്യങ്ങൾ വേണം. അതൊക്കെ ഇപ്പൊ ഈ മാറ്റം നമ്മൾ KSRTCയുടെ ലക്ഷറിയസ് ബസ്സിലൊക്കെ സീറ്റ് ഫുള്ളാണ്. AC ബസ് നോക്കി നിൽക്കുകയാണ് ആൾക്കാർ, സീറ്റ് ഫുള്ളാണ്. അപ്പൊ ഈ സൗജന്യം സത്യത്തിൽ ജനം ആഗ്രഹിച്ചില്ല. ജനങ്ങളുടെ മനസ്സിലാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഉള്ളൊരു തന്ത്രം. ഇപ്പൊ ഞാൻ നമുക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുക. ഈ പിള്ളേർക്ക് കൺസെഷൻ വേണം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണമെന്നല്ലാതെ മുതിർന്നവർക്ക് ഫ്രീ ആയി പോകണം ആരും ആഗ്രഹിക്കാറില്ല. പക്ഷെ ഈ രാഷ്ട്രീയക്കാർ നമ്മളെ നിർബന്ധപൂർവ്വം ഈ സൗജന്യങ്ങളുടെ ലോകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം. പക്ഷെ അത് കേരളത്തിന്റെ ഒരു കൾച്ചറിൽ അത് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സൗജന്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുത്ത മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ സംസ്ഥാനങ്ങളിലെ തമിഴ്നാട്ടില് മറ്റേ സ്കൂൾ പോകുന്ന പെൺകുട്ടികൾക്ക് സൈക്കിള്, അതുപോലെ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ്. ഇതെന്തിനാണെന്നറിയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ഉള്ള സംസ്ഥാനങ്ങളായത് പെൺകുട്ടികളുടെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ കെട്ടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവർ വേറെ ജോലികൾക്ക് പോകുമ്പോൾ ഇപ്പോഴും ഈ ബാലവേല ഏറ്റവും കൂടുതൽ വ്യാപകമായ സ്ഥലമാണ് തമിഴ്നാട്, അല്ലെങ്കിൽ വേറെ സംസ്ഥാനം, കേരളത്തിന് പുറത്ത് ആരും. അപ്പൊ അവരെ പിടിച്ചു നിർത്താനൊരു ഇത് കൂടിയാണ് സൗജന്യത്തോടൊപ്പം അവരെ ചേർത്ത്. ഇവിടെ അങ്ങനെയാണോ? ഇവിടെ 1000 രൂപ പോക്കറ്റ് മണി ആഗ്രഹിക്കുന്നില്ല പിള്ളേരായിരുന്നു. പക്ഷേ ഇപ്പൊ അവരിലേക്കൊരു മോഹം കുത്തിവെച്ചു. ഇപ്പൊ ആളുകൾ ചിന്തിക്കുന്ന അറിയാമോ, അവർക്കുണ്ട് ഞങ്ങൾക്ക് കൂടെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം കിട്ടും, എന്തായിരിക്കും അവർ തരാൻ പോകുന്നത്, ആ ഒരു മനോഭാവത്തിലേക്ക് ആളുകളെ മാറ്റി പൊളിറ്റിക്കൽ അടിമകളാക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇതാണ്. ഇങ്ങനെ ചെയ്ത് എക്കണോമി രക്ഷപ്പെട്ട ലോകത്ത് ആരുമില്ല. അച്ഛമ്മ ഇവർക്ക് തൊഴിൽ, നിങ്ങൾ പഠിച്ചറിയും, നിങ്ങൾക്ക് തൊഴിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ഇതൊരു സൗജന്യ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി അതായത് പതിവില്ലാത്ത ഒരു ഇലക്ഷനിയറിംഗ് ആയിരുന്നു ഇപ്രാവശ്യത്തെ അസംബ്ലി. അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എങ്ങനെയും ജയിക്കുക. അപ്പൊ ഈ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവരൊക്കെ കണക്കാക്കട്ടെ. അപ്പൊ അതിന് എന്തിനായിരിക്കും അത്? വാഗ്ദാനങ്ങളിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം. നടപ്പാക്കാൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച്, പക്ഷെ ജനങ്ങൾ ചില വാഗ്ദാനങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പൊ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞത് ഒരു വലിയ സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അർഹരായവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നതിലും ഈ പുഴ വൃത്തിയാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ താഴോട്ട് ഇറങ്ങി ചെന്നാൽ എവിടെയാ ചെല്ലുന്നത്? ഇടയാറിലേക്ക് അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, പരിസ്ഥിതി ഒന്നും ഇവിടുത്തെ ഒരു പ്രധാന വിഷയമേ അല്ല ആളുകൾക്ക്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ദേശീയ സുരക്ഷ, കേരളത്തിൻ്റെ ഈ സേഫ് സോണിൽ ഇരുന്നുകൊണ്ടായിരിക്കും ആരെങ്കിലും ചർച്ച ചെയ്യണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് പരിസ്ഥിതി. ഇത് സ്വാഭാവികമായിട്ടും നിലനിന്നോളും, ഒരു കുഴപ്പമില്ലാന്ന്. പക്ഷേ ഇതൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, നൈമിഷികമായി മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കാം, പെട്ടെന്നൊരു സ്വാധീനം, അതിന് പറ്റുന്ന വാഗ്ദാനങ്ങളാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണം കൊടുക്കലാണെങ്കിൽ അത്, അതൊക്കെ ഒരു എനിക്ക് തോന്നുന്നു അതിനൊക്കെ കൂടുതലേ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ വെച്ച് ഇങ്ങനെ വെറുതെ. അല്ല, അതെന്നാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ പഴയ ആ ഒരു കൺസെപ്റ്റിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിള്ളേർക്ക് ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് നാളെ എന്നൊരു ചിന്തയില്ല. ഇന്നെങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു പെൻഷനബിൾ ജോലി നമ്മൾ സ്വീകരിക്കാൻ നോക്കുന്നു. ഐ ടിയിൽ ഇപ്പം യുവാക്കൾ മുഴുവൻ ഐ ടിയിലേക്ക് പോകുന്നു. പെൻഷനൊന്നും ഇല്ല അവിടെ. ഇല്ല. അന്നേരം കിട്ടുന്ന ശമ്പള വർധനവിനനുസരിച്ച് അവരിങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുക. അതൊക്കെ ശരിയാണ്. മുമ്പ് നമ്മളുടെ കാലമായിരുന്നെങ്കിൽ അങ്ങനെയല്ല. UPSC പരീക്ഷ എഴുതുക, അതിനകത്തുനിന്ന് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ക്ലാർക്കാണെങ്കിൽ ക്ലാർക്കായി കയറുക, മുമ്പോട്ട് പോവുക. ഇതൊക്കെയായിരുന്നു നമ്മളെ അന്നത്തെ കൺസെപ്റ്റ്. പക്ഷെ ആ കൺസെപ്റ്റിൽ നിന്നൊക്കെ യുവതലമുറ മാറിപ്പോയി. അവരെ സാധിക്കാനുള്ള വേറെ ഘടകങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അവരത് ഇതിലെന്താ പ്രശ്നം വെച്ചാൽ എല്ലാത്തരം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വാഗ്ദാനങ്ങൾ അവരെ ഇതിലുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് നടപ്പാക്കാതിരുന്നത് കൊണ്ടാണല്ലോ പിള്ളേരെ ആരും ഇവിടെ നിൽക്കുന്നില്ലല്ലോ അല്ലേ? ശരിയല്ലേ? അതാണ് പ്രശ്നം. എലക്ഷനെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ആളുകളിൽ നിന്നും ഒക്കെ ഫീഡ്ബാക്കുകളൊക്കെ വന്നെങ്കിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഇതിനെക്കുറിച്ചൊരു ധാരണ അല്ലെങ്കിൽ ഇതിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. എല്ലാ ധാരണ ആർക്കും ഇല്ല. അതെന്താ പ്രശ്നം? രാഷ്ട്രീയ പാർട്ടികളെ ഏൽപ്പിച്ച ഏജൻസികൾക്കും മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച ഏജൻസികൾക്കും ഒന്നും അവരൊരു സേഫ് സോണിൽ കളിക്കുക. കാരണം വെച്ചാൽ അവർക്കൊന്ന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അത് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ പെയ്ഡ് ആണെന്ന് ഈ സതീശൻ പറയുന്ന പോലെ? അത് മാത്രമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിലോ, ഈ നമ്മളെല്ലാം തുടങ്ങുന്ന കാലത്തെ പറഞ്ഞിരുന്നത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് തദ്ദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അത് അത്രത്തോളം ഉണ്ടോ എന്നൊരു സംശയം തോന്നി. പിന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് എന്താ? അങ്ങനെ പറയാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ വാഗ്ദാനങ്ങളിലേക്കും പാർട്ടികൾ പോയത്. അപ്പം അതുകൊണ്ട് ഒരു യഥാർത്ഥമായ ഒരു പൾസ് പ്രവചനാതീതം ആയിരിക്കുന്നു. അത് എല്ലാവരും പറയണ അവർ ഇത് ചെയ്തു, ഇവർ ഇത്ര കിട്ടും ഇത്ര കിട്ടുന്ന. പിന്നെ അവകാശവാദങ്ങളുണ്ട്. എല്ലാവരും നൂറിൽ തന്നെ പിടിച്ചേക്കുന്നത്. പക്ഷെ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലും ബംഗാളിലും ആസാമിലും ഒക്കെ കുറച്ചും കൂടെ കഴിയുന്നുണ്ട്, പ്രവചിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു മൊത്തം രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ കോൺഗ്രസിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് സംഭവിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഒരുപാട് നാളായി. അതായത് നമ്മള് കരുണാകരന്റെ കാലം മുതൽ തന്നെ പണിക്കരേട്ടനൊക്കെ അറിയല്ലേ, നമ്മൾ പനപ്പള്ളി നഗറിൽ കരുണാകരന്റെ വീട്ടിലൊക്കെ പോയിരുന്നു. അദ്ദേഹത്തിന്റെ കസേരയുടെ കാലയിലൊക്കെ കയറിയിരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അല്ല, അന്ന് പരസ്യമായിട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അല്ല കോൺഗ്രസിൽ. പക്ഷെ എന്നാലും കോൺഗ്രസിൽ അതിനകത്ത് ഒരു ഐക്യം ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു പ്രധാന പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. വളരെ ക്വാളിറ്റിയുള്ള വളരെ പ്രമുഖരായ നേതാക്കളുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു രണ്ട് നേതാക്കളുടെ ഓരം പറ്റി നിൽക്കവരൊക്കെ തയ്യാറായിരുന്നു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേതാക്കളുടെ എണ്ണെടുത്ത ഗ്രൂപ്പുണ്ടോ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നേതാക്കളും അവരെ ഒരു അനുയായി വൃന്ദവും കൂടിയിട്ട് പല ഇതാണ്. ഇപ്പം ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷത്തിരുന്ന് ഒരുപാട് വിവാദങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരികയൊക്കെ ചെയ്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. നന്നായി പണിയെടുത്തു പുള്ളി. അതിൻ്റെ റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളത് ശരിയായിരിക്കാം. റിസർച്ച് ചെയ്ത് പണിയെടുത്തു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ആര് തീരുമാനിക്കേണ്ട ഘട്ടം കഴിഞ്ഞ് വന്നപ്പോൾ അയാളെടുത്ത് വളരെ പുഷ്പം പോലെ എടുത്ത് മാറ്റി സതീശൻ വരുന്നു. സതീശനും ഈ പറഞ്ഞമാതിരി വേറെ സ്റ്റൈലിലായിരുന്നെങ്കിൽ പോലും സതീശനും അഗ്രസീവായിട്ടൊക്കെ ഇത് ചെയ്തു. പക്ഷേ സതീശൻ ആ ഒരു പദവിയിലേക്ക് വരുന്ന ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല, അധികാരം കിട്ടിയാൽ പോലും. കാരണം കോൺഗ്രസിന്റെ പ്രത്യേക സാഹചര്യം എത്രയൊരു പിന്തുണ ഇത്രയും നാള് പ്രതിപക്ഷ നേതാവായിരിക്കും തന്നെ കോൺഗ്രസ് നേതാവായിരിക്കും തന്നെ സതീശന് കിട്ടിയിട്ടില്ല. അത് തന്നെയല്ല, ഇവിടെ എന്തൊക്കെ നമ്മൾ പറയും, കേരളം ഭയങ്കര സാക്ഷരമാണ്, കേരളം വേറൊരു ലെവലാണ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഉള്ളൂ, ഇവിടെ ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സമുദായ സംഘടനാ നേതാക്കൾക്ക് വലിയ റോളുണ്ട്. ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആദ്യം ആ സ്ഥാനാർത്ഥി പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്തേക്കല്ല, നേരെ അവൻ്റെ സമുദായ നേതാവിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സമുദായങ്ങളുടെ പിന്തുണ, പ്രത്യേകിച്ചും ഈ SNDP NSS പോലുള്ള ഹൈന്ദവ സംഘടനകളിലും ഒരു പരിധിവരെ ക്രിസ്ത്യൻ സംഘടനകളുടെയും പിന്തുണ ഇല്ലാത്ത നേതാവാണ് സതീശൻ. സതീശൻ ബോധപൂർവ്വം തന്നെ, സതീശന് അറിയാത്തത് കൊണ്ടല്ല, അതിൽ നിന്നൊന്ന് ചാടി പുറത്തേക്ക് വരാൻ സതീശൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ പോലും അതേ സമയത്ത് പുള്ളി പാണക്കാടും ഉള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടുന്നുണ്ട്. അപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ സംശയം അതിൻ്റെ പേരിലുണ്ട്. അപ്പോൾ ഇയാൾ പറയുന്ന അത്തരം സമുദായങ്ങൾ നേതാക്കളെ തിണ്ണ നിരങ്ങില്ല എന്ന് പറയുമ്പോൾ പോലും പുള്ളി ഇത് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, അപ്പോൾ UDF അധികാരം കിട്ടി എന്ന് പറഞ്ഞ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ എത്രത്തോളം പിന്തുണ സതീശന് കിട്ടുന്നുള്ള സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്പേസിലേക്ക് വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ചെന്നിത്തലയാണ്.
കാരണം ചെന്നിത്തല അല്ല, ഈഴവ സമുദായത്തിനും ബുദ്ധിമുട്ടില്ല. വെള്ളാപ്പള്ളിക്കും താല്പര്യമുള്ള ആളാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. NSSന്റെ ആളാണല്ലോ. മുസ്ലിം സംഘടനകൾക്കും മറ്റവരുടെ മനസ്സൊക്കെ ഇത് ആണെങ്കിൽ അവർക്കും എതിർപ്പുണ്ട്. ഇല്ല, ലീഗിന് പൂർണ്ണമായിട്ടും താല്പര്യമായിരിക്കും ചെന്നിത്തല വരുന്നതിനോട്. ഇപ്പോൾ ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2 പേര് തൃശ്ശൂർ, കൊച്ചിയിൽ ആര് മേയറാവുന്ന ഏകദേശം ധാരണയൊക്കെ ഉണ്ടായിരുന്നു അധികാരം കിട്ടിയ. പക്ഷെ അവർ 2 പേരും ആയില്ല. പുതിയ ആളുകൾ ആ സ്പേസിൽ വന്നു. അപ്പോൾ അവരോട് സതീശൻ പറഞ്ഞ എന്നാ അറിയാമോ, അത് ഈ കോൺഗ്രസ് ഒക്കെ അല്ലെങ്കിൽ പാർട്ടി ആകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും, നിങ്ങളത് ഉൾക്കൊണ്ട് നിൽക്കണം. ഇതേ വാചകം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സതീശനെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞാൽ പുള്ളി അംഗീകരിക്കുമോ? ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെച്ചാൽ കോൺഗ്രസിൻ്റെ അകത്ത് അധികാരം കിട്ടിയാൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പം പൊട്ടിത്തെറിച്ച് ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് പോയില്ലെങ്കിൽ പോലും ഒരു അല്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, വേറൊരു പ്രശ്നമുണ്ട് ഇതിൽ. ഈ 60-60 70 പോലുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ അകത്ത് എന്തും സംഭവിക്കാം. അത് പ്രധാനമാണ്. അതിനകത്തുനിന്ന് എത്ര പേര് BJPയിലേക്ക് ചാടി പോകുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? BJPക്ക് അകത്ത് പറഞ്ഞ പോലെ 2 മുതൽ 5 വരെയോ 5 മുതൽ 8 വരെയോ അവർക്ക് അത് കിട്ടുകയും ഒരു തൂക്കുസഭ ഉണ്ടാകുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മുന്നണികളും പൊളിയില്ലേ? 2 മുന്നണികളിലും നിലവിൽ CPM അത്ര പ്രതിസന്ധി നേരിടുന്നില്ല. കാരണം അവർക്കൊരു ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിലെങ്കിലും പിണറായിക്ക് അധികാരത്തിലേറാം. പിന്നെ ആരോഗ്യമൊക്കെ മാനിച്ച് ചിലപ്പോൾ 65 കിട്ടിയാലും അവരെങ്ങനെങ്കിലും മാനേജ് ചെയ്താൽ. പക്ഷെ എന്നാലും അവർ ആ പ്രതിസന്ധി നേരിടില്ല. പക്ഷെ UDF ആ പ്രതിസന്ധി നേരിടും. അപ്പോൾ ഒരു മുന്നണി പൊളിയും അങ്ങനെയാണെങ്കിൽ. അല്ല, ഈ വോട്ടൊക്കെ ചെയ്ത് നമുക്കിപ്പം എന്തായാലും വോട്ട് എണ്ണുന്ന ദിവസങ്ങൾക്ക് ഇനിയും കുറച്ചും കൂടെ സമയം ബാക്കിയുണ്ട്. ഈ ചെറ്റത്തരം എന്നൊക്കെ പറഞ്ഞ ചില വർത്തമാനങ്ങൾ നമ്മൾ ഈ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ പ്രചരണ പരിപാടികളുടെ ഭാഗമായിട്ട് ഈ മുഖ്യമന്ത്രി വന്ന 1-2 ചില പ്രശ്നങ്ങൾ, ഡാഷ് മോനെ ചെറ്റത്തരം. അല്ല, മുഖ്യമന്ത്രി വേറൊരു മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഏത് നിങ്ങൾ മര്യാദയ്ക്ക് ഏത് മാന്യമായ രീതിയിൽ ഒരു മുഖ്യമന്ത്രി പെരുമാറണമെന്ന് പറഞ്ഞതിന്റെ തൊട്ടുപുറകെയാണ് പുള്ളി ഡാഷ് മോനെ എന്ന് വിളിച്ചത്. നീ മോനെ ദിനേശാന്ന് വിളിക്കുന്നതിൽ അത്ര വലിയ മോശം. അതുപോലെ തന്നെ ഒരു പൊതുയോഗത്തിൽ വീട്ടിൽ പോയി ചോദിക്ക് എന്നുള്ള സംഭവങ്ങളും അതിനിടയ്ക്കുണ്ടായി. ഇതെല്ലാം ക്ഷമിച്ച് കളയാവുന്നേ ഉള്ളായിരുന്നല്ലോ. അത് ഒരാൾ എഴുന്നേറ്റ് നിന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് സംഭവം, അത് തെറ്റാണ്. ഒരു പൊതുയോഗത്തിലല്ല ഇങ്ങനെ ആയിക്കോട്ടെ പോട്ടെ. അതെ, ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നണത്, ഒരു പൊതുസമൂഹത്തിന്റെ ഒരു കണ്ണീക്കട നോക്കുമ്പോൾ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പോലെ ഒരു ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു അസ്വാഭാവികത തോന്നുന്നു. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് യങ് ജനറേഷന് ഇയാൾ എന്താ ഈ പറയുന്നതെന്നൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവരുടെ പാർട്ടി കേഡറുകൾക്കുണ്ടല്ലോ, പാർട്ടി കേഡറുകൾക്ക് ഒരു ആവേശം കൊടുത്തിട്ടുണ്ട്. അത് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ആവേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അപ്പോൾ പിണറായി ഒരു കാര്യമുണ്ട്, പിണറായി പണ്ട് ഒരു മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള ഇതിലാണ് പരനാറി പ്രയോഗം പുള്ളിക്ക് തിരിച്ചടിയായത്. അത് പക്ഷേ വേറെ മണ്ഡലങ്ങളിലൊന്നും ബാധിച്ചില്ല. പൊതുവേ അത് UDF അനുകൂലമാണ്. പക്ഷെ അത് അവിടെ വലിയ തോതിൽ ഇത് ചെയ്തു. പക്ഷെ അത് ഇതുവരെ അതിൽ നിന്ന് മാറിയിട്ടില്ല. ഇപ്പോഴും പ്രേമേന്ദ്രൻ തന്നെയാണ് അവിടുത്തെ. ഇനി വേറൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പിന് മുൻപ് ഉള്ള ആ ദിവസം കുഴൽനാടനൊരു ബോംബ് പൊട്ടി. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കുഴൽനാടനൊരു ബോംബ് പൊട്ടിക്കുന്നു. അത് ഒരു പരിധി വരെ ഇവരെ ഞെട്ടിച്ചിട്ടുണ്ട് ശരിക്കും. KSEB മറ്റേ അത് പ്രളയത്തിനോടനുബന്ധിച്ചല്ലോ, 2018 പ്രളയം മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. അത് കുഴൽനാടൻ പുറത്തു വിട്ട സമയം വളരെ എൻഡിലായി. കാരണം അത് ചർച്ച ചെയ്യപ്പെടാനുള്ള സമയം കിട്ടിയില്ല. നേരത്തെ മുമ്പായിരുന്നെങ്കിൽ അത് പ്രത്യേകിച്ചും തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നു. പത്തനംതിട്ട പ്രത്യേകിച്ച് ഒന്നാമത് പിന്നെ ഈ മുല്ലപ്പെരിയാറിന്റെ ഭീഷണി നിലനിൽക്കുന്നു. അതൊക്കെ ഒരു ചെറിയ എങ്കിൽ പോലും വിഷയമാണ്. അല്ല, ഈ 2 മന്ത്രിമാർക്ക് തന്നെ പ്രശ്നം ഉണ്ടാവും. അതായത് വീണ ജോർജിനും ആറന്മുളയിലും ചെങ്ങന്നൂർ സജി ചെറിയാനും വലിയ ഗുരുതരമായ രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്തല്ല. ഇവരുടെ കയ്യിൽ നേരത്തെ അത് കിട്ടിയിരുന്നെങ്കിൽ അത് ചെയ്ത വലിയ മണ്ടത്തരം. പക്ഷെ അതുകൊണ്ടാണോ പിണറായി ഈ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഡാഷ് മോനെ വിളിച്ചത്? അതായിരിക്കണം. ചർച്ചകൾ വഴി മാറ്റി വിടുന്നതിൽ CPM എല്ലാ കാലത്തും മിടുക്കരാ. ഈ പ്രചരണ സമയം തൻ്റെ ആ ഒരു ചെറിയൊരു കാലയളവെല്ലാം കിട്ടിയുള്ളൂ പ്രചരിപ്പിക്കാൻ. ആ സമയത്ത് ശരിക്കും സ്വർണ്ണക്കൊള്ളയോ ഈ മാസപ്പടി കേസൊന്നും പൊങ്ങി വന്നതേ ഇല്ല അവസാനമായപ്പോഴത്തേക്ക്. ഇല്ല, അത് ആദ്യ അവസാനം നോക്ക്. നമ്മൾ വിചാരിച്ചിരുന്ന വിഷയങ്ങളൊന്നും വന്നിട്ടില്ല. ദിവസം ഡീലിൽ പോയി.
പരസ്പരം ആരോപിച്ച് ഡീലിൽ പോയി. BJP CPM സ്വർണ്ണക്കൊള്ള ഒന്ന് ചർച്ചയായി വന്നപ്പോഴത്തേക്കും പിണറായിയുടെ ഈ പ്രശ്നങ്ങള് പിന്നെ ഈ പറയുന്ന പിന്നെ അപ്പോഴത്തേക്ക് പ്രകടന പത്രിക വന്നു, പിന്നെ അതിലോട്ട് കയറി പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ വിവാദത്തിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് എന്നാ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ UDF മുതലാക്കാമായിരുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടത്ര സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ വിഷയങ്ങൾ മാറിപ്പോയി. പക്ഷേ ഒരു കാര്യം ഞാൻ ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ ചോദിക്കാം. നമ്മൾ ഇത്രയും നേരം LDF UDF പറഞ്ഞു, എവിടത്തെ കേരളത്തിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ ഭയങ്കര പൈസ മുടക്കിയാണ് BJP പ്രാവശ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ട്. അവർ മാറ്റം 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 എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അവർ ആ ഒരൊറ്റ വിഷയത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഊന്നിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ വേറെ വിഷയത്തെ കയറി പിടിക്കുന്നേ ഇല്ല. പിടിക്കാൻ അവർക്ക് ശബരിമല ചോദിച്ചാൽ പുള്ളി പറയാം ഞാനത് നേരത്തെ ഉത്തരം പറഞ്ഞാണ്, ഇനി അത് എപ്പോഴും വർദ്ധിക്കേണ്ട കാര്യം ബോധപൂർവ്വം അവർ പറയുന്നത് മാറാത്തത് മാറും. അപ്പം എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് മാറാത്തത് ഇലക്ഷന് മുമ്പേ കുറെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്ന്, ഒരു അസ്പൃശ്യതയുള്ളൊരു വിഭാഗമായിരുന്നു NDA അല്ലെങ്കിൽ BJP. അത് പൂർണ്ണമായി മാറി. മാറാത്തത് മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അടക്കമുള്ളവർ നേരെ വന്ന് കഴുത്തേക്ക് ആവശ്യമായിട്ട് നിൽക്കുകയാണ്. പ്രാവശ്യത്തേക്കാൾ നേട്ടമുണ്ടാകുമെന്നുള്ളതും ഉറപ്പ്. അതെ, BJP യോട് കൂടിയാലും കുഴപ്പമില്ല, BJP-യിലേക്ക് പോയാലും കുഴപ്പമില്ല, BJP യോട് വോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഒരു പാർട്ടി അല്ല ഈ ഒരൊറ്റ ഇലക്ഷനോട് മാറി. അവരുടെ പൊതുയോഗങ്ങളിലും സമ്മേളനങ്ങളിലും യുവാക്കളുടെയും വനിതകളുടെയും വലിയ തോതിലുള്ള പ്രാതിനിധ്യം ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മാറാത്ത കുറെ മാറി തുടങ്ങി എന്നുള്ള മെസ്സേജും കൂടെ ഈ ഇലക്ഷനിൽ അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ഈ അപ്പോൾ നമ്മളെല്ലാം വോട്ട് ചെയ്ത് റെഡിയായി വന്നിരിക്കുകയാണ്. പ്രചരണത്തിന് കിട്ടിയ സമയത്തേക്കാൾ കൂടുതൽ ഇനിയാണ് കാത്തിരിപ്പ്. 20 ദിവസമേ പ്രചരണത്തിന് കിട്ടിയുള്ളൂ. ഇനി 1 മാസം വോട്ടിന് നമുക്ക് എണ്ണാൻ കാത്തിരിക്കണം. എന്തായാലും നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോവാം. നാളെ നമുക്ക് നാളെ കാത്തിരിക്കാം. അപ്പോൾ സന്തോഷം.